പ്രിയമുള്ളവരെ, വയലാറിനെ പോലെ തന്നെ ഒക്ടോബറിൽ ജനിക്കുകയും ഒരു ഒക്ടോബർ 27 ജനിക്കുകയും അതുപോലെ തന്നെ ഒരു ഒക്ടോബർ 21 ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തെരുവോരത്ത് മരണപ്പെട്ട ഒരു കവിയുണ്ട്, അയ്യപ്പൻ. അയ്യപ്പൻ ഇപ്പോഴും വിലാസങ്ങളില്ലാതെ മരണപ്പെടുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യപ്പൻ്റെ കവിതകൾ ആരും അധികം വായിക്കപ്പെടാതിരിക്കുന്നത് പോലെ തന്നെ അയ്യപ്പൻ്റെ ചരിത്രം, അയ്യപ്പൻ്റെ കവിതകൾ, അയ്യപ്പൻ്റെ കൃതികൾ ഒക്കെ വിലാസമില്ലാത്തവരായി തീരുന്നു എന്നെനിക്ക് തോന്നുന്നു. അയ്യപ്പൻ്റെ ഏറ്റവും മികച്ച കവിതകളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ഒഴുകിപ്പരന്ന അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു. ജീവിതം കൊണ്ട് കവിതകൾ തീർത്ത മനുഷ്യനായിരുന്നു അയ്യപ്പൻ. അത്ര വലിയ ഡിഗ്രികളൊന്നും കൈവശമുണ്ടായിരുന്നില്ല എങ്കിലും മലയാളത്തിലെ എണ്ണം പറഞ്ഞ കവിതകളിലൂടെ, വാക്കുകളിലൂടെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന കവി തന്നെയായിരുന്നു അയ്യപ്പൻ. വിലാസമില്ലാതെ എന്നുള്ള ഒരു ആത്മകഥാ വ്യാഖ്യാനത്തിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: എൻ്റെ പേര് അയ്യപ്പൻ, മദ്യത്തിൻ്റെ മറവിൽ തെരുവിലും ഹോസ്റ്റലുകളിലും കൂട്ടുകാരുടെ വീട്ടിലും ഉറക്കം, അച്ഛനറുമുഖം, എനിക്ക് 1 വയസ്സാകും മുമ്പ് മരിച്ചു, ആത്മഹത്യ ചെയ്തുവെന്നാണ് കുട്ടിക്കാലത്ത് കേട്ടത്, അമ്മയുടെ കാമുകൻ മദ്യത്തിൽ പൊട്ടാസ്യം സയനൈഡ് കലർത്തി കൊടുത്തു എന്ന് പിന്നെ പറഞ്ഞു കേട്ടു, തൊട്ടിൽ കിടക്കുമ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അയ്യപ്പൻ സ്വന്തം ജീവിതത്തെ ആത്മബലിയുടെ, ആത്മവിചാരങ്ങളുടെ കവിതകളായിരുന്നു. തൻ്റെ ജീവിതത്തെയും അതുപോലെ തന്നെ കവിതയിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് അയ്യപ്പൻ എന്ന വലിയ കവി. അപ്പം തെരുവുകളുടെ അനാഥത്വവും അരക്ഷിതവുമായ ബാല്യത്തിൽ നിന്നാണ് അയ്യപ്പൻ എന്ന കവിയുടെ കാവ്യപ്രപഞ്ചം ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ഒരിക്കലും കേരളത്തിലെ പൊതുധാരയോട് സമരസപ്പെടാത്ത നിരന്തരമായ കലഹങ്ങൾ കൂടിയായിരുന്നു അയ്യപ്പൻ്റെ ജീവിതങ്ങൾ. പ്രണയവും മരണവും വിരഹവും ഒക്കെ എല്ലാ ഭാവങ്ങളിലൂടെയും ആ കവിതകൾ, അയ്യപ്പൻ്റെ കവിതകൾ കടന്നു പോയിട്ടുണ്ട്. ഒരു പക്ഷേ MK ഹരികുമാർ പറഞ്ഞതുപോലെ നിഷേധിയായ ഒരു അരാജകവാദിയായി സകല വിശേഷണങ്ങളെയും കാറ്റിൽ പറത്തി ഒരു കവി നമ്മുടെ തെരുവീഥികളിലൂടെ ഇങ്ങനെ നടന്നിരുന്നു. കൂട്ടിൽ കയറാതെ കൂട്ടം തെറ്റി പറന്നു പോകുന്ന പക്ഷികളെ പോലെയായിരുന്നു അയ്യപ്പൻ. തിരയൊടുങ്ങാത്ത, ഒരുപക്ഷെ ഒരിക്കലും തിരയൊടുങ്ങാത്ത കടലിരമ്പം പോലെ മൂളിച്ചുള്ള കവിതകളായിരുന്നു അയ്യപ്പൻ്റേത്. ഒരുപക്ഷെ ആ കവിതകളിലൊക്കെ അഗ്നി നിറച്ച് ശരികൾ മാത്രം വിളിച്ചു പറഞ്ഞ് ഒരിക്കൽ അയാൾ നമ്മളെ വിട്ട് കടന്നുപോയി. ഒരു ഒക്ടോബർ 21 അദ്ദേഹം നമ്മളെ വിട്ട് കടന്നു. കമ്മ്യൂണിസത്തിൻ്റെ ചൂടിൽ തെരുവിന് വേണ്ടി ശബ്ദിച്ച് തെരുവിൻ്റെ കവിയെന്ന് വാഴ്ത്തപ്പെട്ട് ഒടുവിൽ തെരുവിൻ്റെ മാറിലേക്ക് വീണുപോയ കവിയായിരുന്നു അയ്യപ്പൻ. അദ്ദേഹത്തെ അധികമാരും ഓർമ്മിച്ച് കണ്ടില്ല. ഒക്ടോബർ 21 പോകട്ടെ 27 തോന്നുന്നു. ഉന്മാദത്തിനും ജീവിതത്തിനുമിടയിൽ ഒരു നൂൽപ്പാലത്തിലൂടെ നഗ്നപാതനായി നടന്നുപോയ അയ്യപ്പൻ. ആധുനിക കവിതയുടെ ഭാവുകത്വം അദ്ദേഹത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതുകൊണ്ടാണോ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ വേണ്ടത്ര സംഗീതമില്ലാത്തതുകൊണ്ടാണോ അദ്ദേഹം സ്വീകരിക്കപ്പെടാത്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ വാക്കുകളിൽ അഗ്നി നിറച്ച്, വാക്കുകളിൽ ചൂരും നിറച്ച് തെരുവിൻ്റെ മനോഹരമായ ഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ട് തെരുവിൽ വളർന്ന ഒരു കവിയായി തെരുവിൻ്റെ വേദനകൾ ഉൾക്കൊണ്ട് അദ്ദേഹം എഴുതിയിരുന്നു. അയ്യപ്പന് 1 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ആത്മഹത്യ ചെയ്തത് നേരത്തെ നമ്മൾ പറഞ്ഞു. പിന്നെ 15ാമത്തെ വയസ്സിൽ അമ്മയും ആത്മഹത്യ ചെയ്യുന്ന ഒരു കുട്ടിയുടെ ദുഃഖലത നിങ്ങൾ മനസ്സിലാക്കണം. 15ാമത്തെ വയസ്സ്, 1 വയസ്സുള്ളപ്പോൾ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു, 15 വയസ്സുള്ളപ്പോൾ അമ്മ ആത്മഹത്യ ചെയ്യുന്നു. പിന്നീട് വിവാഹമൊന്നും കഴിക്കാതെ സഹോദരിയുടെ സംരക്ഷണയിലായിരുന്നു അയ്യപ്പൻ വളർന്നത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് അദ്ദേഹം അക്ഷരം എന്നറിയപ്പെടുന്ന മാസികയുടെ പ്രസാധകനുമൊക്കെ ആയിരുന്നിട്ടുണ്ട്. ഒരുപക്ഷെ അനുവാചക മനസ്സുകളെ ചുട്ടുപൊള്ളിക്കുന്ന അക്ഷരക്കൂട്ടുകളിൽ എരിച്ചെടുത്ത വിലാസമില്ലാത്തവൻ്റെ നോവ് കവിതയിൽ പകർത്തിയെഴുതിയ സർഗാത്മകതയുടെ ഉന്മാദം തലയ്ക്കു പിടിച്ച ഒരു കവിത പോലെയായിരുന്നു അയ്യപ്പൻ്റെ ജീവിതവും. അത് ഹരികുമാർ അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് ഞാൻ മുകളിൽ സൂചിപ്പിച്ചത്.
ജീവിതം വരുമ്പോൾ നിസ്വനെ പോലെ ജീവിച്ചു തീർത്ത അദ്ദേഹത്തെ അനാഥത്വവും അരക്ഷിതത്വവും ഒക്കെ ഒരു കവിയാക്കി മാറ്റുകയായിരുന്നു. സമൂഹത്തിൻ്റെ വേദനകൾ കവിയാക്കി മാറ്റിയവരുടെ ലിസ്റ്റ് എടുത്താൽ അതിലൊന്നാം സ്ഥാനം നമ്മളുടെ ഓടയിൽ നിന്ന് എഴുതിയ കേശവദേവനും, രണ്ടാം സ്ഥാനം ഞാൻ അയ്യപ്പനും. അപ്പോൾ ഇവിടെ നിന്ന് മദ്യത്തിൻ്റെ ലഹരിയിൽ തെരുവിൽ നിന്ന് തെരുവിലേക്കുള്ള ദൂരം കഠിനമൂർച്ചയുള്ള കവിതകൾ എഴുതിയാണ് അയ്യപ്പൻ തീർത്തത്. എന്നിട്ട് ഉച്ചത്തിൽ അവ പാടിയും നടന്നു. കേരളത്തിലാകാൻ ഉച്ചത്തിൽ പാടിയും നടന്നു. അടുക്കും ചിട്ടയുമില്ലാത്ത ഒഴുകുന്ന ഒരു ചെറുതല്ല, ഒരു വലിയ നദി പോലെയായിരുന്നു അയ്യപ്പൻ. തൻ്റെ ജീവിതവും തൻ്റെ കവിതകളും ഒരു തുറന്ന പുസ്തകമാക്കി വെച്ച് സിരകളിൽ പൂർണ്ണമായിട്ടും ലഹരി നിറച്ച് നടന്നുപോയി തെരുവിൽ വീണു മരിച്ചവൻ. ഒരു ഒക്ടോബറിൽ തുടങ്ങി മറ്റൊരു ഒക്ടോബറിൽ തെരുവിൻ്റെ മുഖം ചേർത്ത് ഉറങ്ങി വീണവനായിരുന്നു അയ്യപ്പൻ. ഉന്മാദിയെപ്പോലെ അയാൾ കവിത്വത്തിൻ്റെ മനോഹരമായ വനഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നിരിക്കണം. ഒരു കവിതയും പച്ചയായ ജീവിതത്തിൻ്റെ പൊള്ളുന്ന ശരികളുടെ ഏറ്റുപറച്ചിലായിരുന്നു അയ്യപ്പൻ്റെ. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയുണ്ട്. ഷർട്ടിൻ്റെ കൈമടക്കിൽ ചുരുട്ടി വെച്ച ഒരു തുണ്ട് കടലാസിൽ അറം പറ്റുന്നത് പോലെ എഴുതി വെച്ച ചില വരികളുണ്ടായിരുന്നു. ചെന്നൈയിൽ വെച്ച് ആശാൻ പുരസ്കാരം ലഭിക്കുന്ന വേളയിൽ അവതരിപ്പിക്കാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചതാവണം ആ കവിത. ആ കവിതയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: അമ്പ് ഏത് നിമിഷവും മുതുകിൽ തറയ്ക്കാം, പ്രാണനും കൊണ്ട് ഓടുകയാണ്. വേടൻ്റെ കുര കഴിഞ്ഞ് റാന്തൽ വിളക്കുകൾ ചുറ്റും എൻ്റെ രുചിയോർത്ത് 5-8 പേർ കൊതിയോടെ ഒരു മരവും മറ തന്നില്ല. ഒരു പാറയുടെ വാതിൽ തുറന്ന് ഒരു ഗർജനം സ്വീകരിച്ച് അവൻ്റെ വായ്ക്ക് ഞാൻ ഇരയായി. മരണത്തെക്കുറിച്ചും മരണാനന്തര അവസ്ഥയെക്കുറിച്ചും അതിൽ നശിക്കാതെ നിൽക്കുന്ന പ്രണയത്തിൻ്റെ വാക്യപത്രത്തെക്കുറിച്ചുമെല്ലാം കവി ഇവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അതുപോലെ തന്നെ എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോടെന്നൊരു കവിതയുണ്ട്. എൻ്റെ ശവപ്പെട്ടി ചുമക്കുന്നവരോട് എന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്: ഒസ്യത്തിലില്ലാത്ത ഒരു രഹസ്യം പറയാനുണ്ട്. എൻ്റെ ഹൃദയത്തിൻ്റെ സ്ഥാനത്ത് ഒരു പൂവുണ്ടായിരിക്കും. ജിജ്ഞാസയുടെ ദിവസങ്ങളിൽ പ്രേമത്തിൻ്റെ ആത്മതത്വം പറഞ്ഞു തന്നവരുടെ ഉപഹാരമെന്ന് കവി പറയുന്നു. മണ്ണ് മൂടുന്നതിനു മുമ്പ് ഹൃദയത്തിൽ നിന്നും ആ പൂവ് പറിച്ചെടുക്കണം. ദലങ്ങൾ കൊണ്ട് മുഖം മൂടണം. രേഖകൾ മാഞ്ഞ കൈവെള്ളയിലും ഒരു ദലം പൂവിലൂടെ എനിക്ക് തിരിച്ചു പോകണമെന്ന് പറയുന്നു. മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷം ഈ സത്യം പറയാൻ സമയമില്ലായിരിക്കാം. ഒഴിച്ചു തന്ന തണുത്ത വെള്ളത്തിലൂടെ ഇന്ന് അത് മൃതിയിലേക്ക് ഒലിച്ചു പോകും. ഇല്ലെങ്കിൽ ഈ ശവപ്പെട്ടി മൂടാതെ പോകൂ. നിങ്ങൾ മൂടാതെ പോകൂ. ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ. ഇല്ലെങ്കിൽ ഈ ശവപ്പെട്ടി മൂടാതെ പോകൂ. ഇനി എൻ്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ എന്ന് പറയുന്നു. ഉപ്പിൽ വിഷം ചേർക്കാത്തവനും ഉണങ്ങാത്ത മുറിവിൽ വീശിത്തന്നവനും നന്ദി പറഞ്ഞുകൊണ്ട് ആ കവിത അവസാനിപ്പിക്കുന്നുണ്ട്. എൻ്റെ ശവപ്പെട്ടി വഹിക്കുന്നവരോട് എന്ന കവിതയിൽ അയ്യപ്പൻ. വലിയ ആഘോഷങ്ങളൊന്നും അയ്യപ്പൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. അയ്യപ്പൻ കൃതികൾ വേണ്ട പോലെ വായിക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് എപ്പോഴും അന്നും ഇന്നും ഒക്കെ തോന്നിയിട്ട്. ഒരു സ്ഥിരം വാസസ്ഥലമില്ലാതെ എല്ലാ ആവാസ വ്യവസ്ഥകളിലും ജീവിച്ചു തീർത്ത കവിയായിരുന്നു അയ്യപ്പൻ. അനിവാര്യമായ എല്ലാ സൗഹൃദങ്ങളിലും ഒരുപക്ഷെ അനിവാര്യമായൊരു പുഴുക്കുത്തു പോലെയായിരുന്നു അയ്യപ്പൻ. ഒന്നിലും നിലനിൽക്കാൻ ആഗ്രഹിക്കാതെ പുറത്തേക്ക് പോയിരുന്നു അയ്യപ്പൻ. അയ്യപ്പനെ നിരന്തരമായ കലാപത്തിലേക്കും ചെറുത്തുനിൽപ്പിലേക്കും കൊണ്ടുപോയത് അദ്ദേഹത്തിൻ്റെ കവിതകളായിരുന്നു. എല്ലാ മിഥ്യകളെയും തഴഞ്ഞ് മുന്നോട്ട് പോയ അയ്യപ്പനെ അതിന് സഹായിച്ചത്, ഒരുപക്ഷെ അയ്യപ്പനെ അയ്യപ്പനാക്കി നിലനിർത്തിയത് അയ്യപ്പൻ്റെ തെരുവിലുള്ള കവിതയായിരുന്നു, തെരുവിൻ്റെ പാട്ടുകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്, തെരുവിൻ്റെ ഗായകനായിരുന്നു അദ്ദേഹം, തെരുവിൻ്റെ കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ മലയാളികൾ അഗാധമായി വായിച്ചില്ല എന്ന വലിയ വേദന എനിക്കുണ്ട്. ഇപ്പോഴും അലഞ്ഞു തിരിഞ്ഞ അയ്യപ്പനെയാണ് എല്ലാവരും കണ്ടത്. അദ്ദേഹത്തിൻ്റെ കവിതകളെക്കാൾ കൂടുതൽ തെരുവിൽ അലഞ്ഞ അയ്യപ്പനെയാണ് എല്ലാവരും കണ്ടത് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇനിയും നമുക്ക് വായിക്കേണ്ടതുണ്ട്. പ്രൊഫസർമാരും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥരും ജീവിതം ശൂന്യമാണെന്നും തങ്ങൾ മഹാദുഃഖം പേർന്നവരാണെന്നും കപടമായി പാടി നടന്നത് കണ്ട് വിഷമനായ അയ്യപ്പൻ അതിനെ മറികടക്കാനാണ് ഉദ്യോഗങ്ങൾ ലഭിച്ചിട്ടും ഒരു ഉദ്യോഗത്തിലും ഒതുങ്ങാതെ സ്വന്തം ജീവിതം കൊണ്ട് തന്നെ ആത്മാവിൻ്റെ ഒരു നഗ്നത കോരിയെടുത്ത്
അദ്ദേഹം കവിതകൾ രചിച്ചത്. കവിത ജീവിതത്തിൻ്റെ തനത് നിസ്സഹായതകളിൽ നിന്നും ഒരുപക്ഷെ ധർമ്മങ്ങളിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത്. അത് യഥാർത്ഥമായ രീതിയിൽ രൂപപ്പെട്ടതും അത് സമൂഹത്തിലേക്ക് അവതരിപ്പിച്ചതും അയ്യപ്പനാണ്. ആശാനും മറ്റും എഴുതിയത് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ വരികളൊക്കെ ദുരവസ്ഥ എഴുതുമ്പോൾ ആ കവിത തന്നെ കൂടി ബാധിക്കുന്നതാണ് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. എന്നാൽ ആധുനിക കവിതയിലെ ജീവിത വിചാരങ്ങൾ അതെഴുതിയവർക്ക് വ്യക്തിപരമായ പങ്കുകളൊന്നുമില്ല. പക്ഷേ അയ്യപ്പൻ്റെ കവിതയിൽ നിങ്ങൾക്കത് കാണാം. ആ വ്യസനങ്ങൾ അനുഭവിക്കാതെ ചിന്ത കൊണ്ട് വ്യസനങ്ങൾ വ്യാജമായി അത് അവതരിപ്പിക്കുകയായിരുന്നു മിക്കവരും. പക്ഷേ അയ്യപ്പൻ ഇവിടെയാണ് തൻ്റെ സത്യസന്ധത തുറന്നു കാട്ടിയത്. ഇവിടെ അനുഭവിക്കാത്ത ചിന്തയെ അവർ വ്യാജമായി വ്യസനങ്ങളിലൂടെ അവതരിപ്പിച്ചപ്പോൾ അയ്യപ്പൻ തൻ്റെ സത്യസന്ധതയുടെ ആഴം തൻ്റെ കവിതകളിലൂടെ ലോകത്തിന് ബോധ്യമാക്കി കൊടുത്തു. അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സ്വയം അനാവരണം ചെയ്ത പ്രിയപ്പെട്ട കവിയായിരുന്നു അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ മലയാളത്തിലൂടെ കാലുവെന്ത് നടന്ന കവി എന്നാണ് എം.കെ. ഹരികുമാർ അദ്ദേഹത്തെ വാഴ്ത്തിയിട്ടുള്ളത്. വെറും വ്യക്തിയുടെ കഥയല്ല അത്. അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇനിയും കൂടുതൽ വായിക്കപ്പെടട്ടെ. എല്ലായ്പ്പോഴും എല്ലാത്തിൻ്റെയും ജീവിതത്തിൻ്റെ തന്നെ തൻ്റെ ചോര കൊണ്ട് കവിത എഴുതിയ, ജീവിതം കൊണ്ട് കവിത എഴുതിയ മനുഷ്യനാണ് ഈ അയ്യപ്പൻ. അദ്ദേഹത്തിൻ്റെ ഈ ഒക്ടോബറിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇത്രയുമെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ കവിതകൾ കൂടുതൽ വായിക്കട്ടെ. ആ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ചില കവിതകളൊക്കെ പറയാതിരിക്കാനും നിർവാഹമില്ല. അവൻ ആകാശത്തിൽ മഴവില്ലിൽ നിന്നുണ്ടായി, അവൻ എയ്ത് അമ്പേറ്റ് ആ വില്ല് മുറിഞ്ഞുപോയി. ഇങ്ങനെ സ്വന്തം മഴവില്ല് പൊട്ടിച്ചു കളയാൻ സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആകാശത്തിലേക്ക് പറക്കുന്ന പോത്തിൻ്റെ പിറകെ നടക്കുക, ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത് എന്നൊക്കെ അയ്യപ്പൻ ചെറിയ കവിതകളിലൂടെയും പറഞ്ഞിട്ടുണ്ട്. ഗദ്യ കവിതകളിലൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മണ്ണ് പിളർന്നുപോയ പ്രേമമേ, മണക്കുന്ന ഒരു കരിമ്പനയാവുക, പ്രേമം നിശബ്ദമായതുകൊണ്ട്, ബധിരനായതുകൊണ്ട് അവനത് കേൾക്കാനാവില്ല. മനുഷ്യനുമായുള്ള അഭിമുഖം, മനുഷ്യനും മൃഗവുമായുള്ള അഭിമുഖം എന്ന കവിതയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതാണ്. കിണറിനെ സ്നേഹിക്കണം, മരിച്ച പ്രണയം ഈ ആഴത്തിലാണ് എന്ന ഇടവേളകളിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. വസന്തം കാണാൻ വാതിൽ തുറക്കുമ്പോൾ വെറ്റിലയ്ക്ക് ചുണ്ണാമ്പ് കിട്ടാതെ മുത്തശ്ശി മരിച്ച മുറിയുടെ ഗന്ധമെന്ന് ശ്രാദ്ധമെന്ന കവിതയിൽ അയ്യപ്പൻ പറഞ്ഞു വെച്ചു. ഇങ്ങനെ എത്രയോ മനോഹരമായ വാക്കുകൾ. തീ പിടിച്ചത് പുരയ്ക്കോ തലയ്ക്കോ, ഋതുഭംഗത്താൽ ക്ഷയിച്ചുപോയി സൂര്യൻ, രശ്മിയെ പൊട്ടിച്ചിരുന്നു പച്ചില വേണ്ട. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആ ഒരു റൊമാൻറ്റിസത്തിലേക്ക് പോയിട്ടുള്ളത്. വേണ്ടാത്ത പുസ്തകം വലിച്ചെറിയുന്നു കടലിൽ, കടൽ കൊണ്ടുപോയി കവിതയെ പാടുമെന്ന് കടൽ എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരു പാതിരാ കവിതയെ പാടുമെന്ന് കടൽ, ഒരു പാതിരാ കവിത. അപ്പോൾ ഇങ്ങനെ പൊള്ളുന്ന ഭൂമിയുടെ കവിതകൾ എഴുതിയിട്ടുണ്ട് അയ്യപ്പൻ. ഇങ്ങനെ എത്രയോ മനോഹരമായ കവിതകൾ. ഇന്ന് സന്ധ്യയ്ക്ക് നൂല് പൊട്ടിയ ഒരു ചുവന്ന പട്ടം നിൻ്റെ മുന്നിൽ പറന്നു വീണു. വൈദ്യുതിയേറ്റ് വീണ കാക്കയുടെ ചാക്കാലയ്ക്ക് ഗ്രാമത്തിലെ എല്ലാ കാക്കകളും എത്തിയിരുന്നു. പുലർച്ചെ കേട്ടത് ഇവരുടെ കൂട്ടക്കരച്ചിലായിരുന്നു. കൂട്ടിലെ പക്ഷിയുടെ നേത്രം രണ്ടായി പിളർന്നു. ഒറ്റക്കണ്ണുകൊണ്ട് എൻ്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നോക്കുന്നു. ത്രിവർണ്ണക്കൊടി മുഷിഞ്ഞപ്പോൾ വെളുത്തേടന് കൊടുത്തിരുന്നു. ഇന്നത് തിരിച്ചു വന്നപ്പോൾ വെളുത്തൊരു മുണ്ട്. പക്ഷിക്കെതിരെ ഞാൻ വെള്ളക്കൊടി കാട്ടി. ഇപ്പോൾ ഒളിപ്പോരാളികളുടെ കാലച്ചുകളിൽ വെലുവിലകൾ എന്ന് പറഞ്ഞു വയ്ക്കുന്ന അയ്യപ്പൻ എന്ന വിപ്ലവകാരിയെ നിങ്ങൾക്ക് കാണാം. ഇങ്ങനെ പലതരം കവിതകളുടെ രസക്കൂട്ടുകളായിരുന്നു അയ്യപ്പൻ. വാക്കും പ്രയോഗവും എന്ന കവിതയിൽ കവികൾ ഒരുമിച്ച് വന്ന് സമ്മേളിക്കുന്നതും നിങ്ങൾക്ക് കാണാം. ഈ കഠാരം, കൊലയ്ക്ക് കൊണ്ടുപോകേണ്ട ഒരു കോമ്പൻ പല്ല്, ഇപ്പോൾ എന്തു പ്രകാശം, ഇരുട്ടിൽ ചിരിക്കില്ല ചുവക്കും, അവൻ വെളിച്ചത്തോട് നീതി പുലർത്തിയില്ല, ഭൂതം ചൂരത്തിൽ ഓടിച്ചവന് ഭാവിയുടെ കയം അഭയം നൽകി, ജലപിശാശി വർത്തമാനത്തിൻ്റെ കെട്ടുപോയ വഴിവെള്ളത്തിൻ്റെ ചുവട്ടിൽ പ്രത്യക്ഷനാകുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ 5 വയസ്സുകാരൻ വെള്ളമുണ്ടാക്കി നദിയിലൊഴുക്കി എന്ന ആദ്യഘട്ടത്തിന് ശേഷം അങ്ങനെ ഒരുപാട് അതിന് കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണ കൃതികൾ DC ബുക്സ് ആണെന്ന് തോന്നുന്നു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വായിക്കുവാനും അതുപോലെ തന്നെ അയ്യപ്പനെ മനസ്സിലാക്കുവാനും ഇനിയും മലയാള ഭാഷയ്ക്ക് കഴിയട്ടെ.